അപ്പോൾ നമ്മൾക്ക് ബജറ്റ് സമ്മേളനത്തിലേക്ക് പോകുന്ന പാർലമെൻറ്റ് എന്നുള്ളതാണ് ദേശീയ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുംഭമേള മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. കുംഭമേളയിൽ മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ യോഗി സർക്കാർ വരുത്തിയിട്ടുള്ള വലിയ വീഴ്ച നമ്മൾക്കറിയാം. നമ്മുടെ ശബരിമല തീർത്ഥാടനമൊക്കെ കേരളം എത്ര മികച്ച നിലയിൽ നടത്തിയിട്ടുള്ളതാണ്. നമ്മളങ്ങനെ താരതമ്യം ചെയ്തും പറഞ്ഞും സംസാരിച്ചും പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓർക്കുക. എത്ര ശക്തമായ ഏകോപനമായിരുന്നു. ഒരു പ്രശ്നങ്ങളുമില്ലാതെ മികച്ച നിലയിൽ സംസ്ഥാനം അതിൻ്റെ ഒരു തീർത്ഥാടന കാലം അവസാനിപ്പിക്കുമ്പോഴാണ് യു പി സർക്കാർ അടപടലം പരാജയപ്പെട്ടു പോയിട്ടുള്ള നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ കുംഭമേള ദുരന്തം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നീട് വന്ന കാര്യം എന്ന് വെച്ചാൽ പലയിടത്തും സമാനമായ നിലയിൽ ആ മേഖലയിലൊക്കെ പലതരത്തിൽ തിക്കിലും തിരക്കിലും പെട്ട അപകടങ്ങളൊക്കെ ഉണ്ടായി. പലതും മൂടി വയ്ക്കപ്പെട്ടു. മതിയായ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നിലയിലുള്ള ഒരു ഏകോപനവും പ്ലാനും സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്ന പ്രധാനപ്പെട്ട വിമർശനം SP അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്നു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദേശീയ വാർത്തകളിൽ അത് അത്ര ഗൗരവമുള്ളതാണെന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. നമുക്ക് സിബിയിലേക്ക് പോകാം. സിബി ചേരുന്നുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ സംഭവിക്കുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. ഇരുസഭകളെയും അഭിസംബോധനയും തണുപ്പത്ത് സിബി ഉണ്ട് ദില്ലിയിൽ. ഗുഡ് മോർണിംഗ് സിബി, എങ്ങനെയുണ്ട് തണുപ്പ്? കുറഞ്ഞു തുടങ്ങിയോ അതോ കാര്യമായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് ശരത്ത്. എന്തായാലും തണുപ്പ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കാര്യമായിട്ട് കുറഞ്ഞു എന്ന് പറയാനായിട്ടില്ല. എങ്കിലും തണുപ്പുണ്ട്. അല്ല, കാര്യമായി കുറഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ ലൈവിന് വരേണ്ടി വരും എന്നൊരു ഒരു 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 ഉൾഭയം ഉള്ളതുകൊണ്ടാവണം സിബി കാര്യമായി കുറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോൾ അതൊക്കെ ലൈവ് കുറച്ച് നീട്ടണ്ട. 8 മണിക്ക് വന്നാൽ മതി, കുഴപ്പമില്ല. ദില്ലിക്ക് നമുക്കൊരു എക്സംഷൻ കൊടുക്കാം, പ്രേക്ഷകർക്ക് അതറിയാം, സാരമില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്ന് എപ്പോഴാണ് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം, അതുപോലെ ബജറ്റിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സഞ്ചാരം, കേരളത്തിൻ്റെ പ്രതീക്ഷ ഒന്ന് ചുരുക്കി വേഗത്തിലാക്കാം നമുക്ക്. ഇന്നിപ്പോൾ ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. 13-ാം തീയതി വരെയാണ് ആദ്യ സെഷൻ. ഇന്ന് രാവിലെ ആദ്യ നടപടി എന്നോളം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാവിലെ 11 മണിയോടെ പാർലമെൻറ്റിലെത്തി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകുകയും ചെയ്യും. തുടർന്ന് വൈകിട്ടോടെ സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏറെ പ്രതീക്ഷയോടെയാണ് കേരളവും ഇത്തവണ ബജറ്റിനെ നോക്കിക്കാണുന്നത്. ബജറ്റ് നാളെയാണ് ബജറ്റ് അവതരണം എന്ന് പറയുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പിന്നീട് അതിൻ്റെ ചർച്ചകളും മറുപടിയും എല്ലാം തന്നെ ഉണ്ടാകും. എന്തായാലും ഈ 13-ാം തീയതി വരെ നടക്കുന്ന ഈ ബജറ്റിൽ ഇത് NDA സർക്കാരിൻ്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 16ഓളം ബില്ലുകൾ ഈ ഒരു ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കഴിഞ്ഞ ദിവസം പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു സർവകക്ഷി യോഗത്തിന് ശേഷം പറഞ്ഞിരുന്നു. ഇതിൽ പ്രധാനമായും ഇന്നലെ സർവകക്ഷി യോഗം വിളിക്കുകയും പ്രതിപക്ഷത്തിന് സഹകരണം എല്ലാം തന്നെ തേടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സമ്മേളനം വലിയ ഭരണപക്ഷ പ്രതിഷേധത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കൃത്യമായി ചേരാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരു പ്രതിപക്ഷത്തിന് സഹായം തേടിക്കൊണ്ട് സർവകക്ഷി യോഗം എല്ലാം തന്നെ വിളിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വഖഫ് ഭേദഗതി ബില്ലെല്ലാം തന്നെയും കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ലോക്സഭാ സ്പീക്കർക്ക് JPCയുടെ റിപ്പോർട്ടെല്ലാം തന്നെ നൽകിയിരുന്നു. 665 പേജുള്ള റിപ്പോർട്ടാണ് JPC ചെയർമാൻ ഇന്നലെ നൽകിയത്. ഇതിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജിപ്പടക്കം, ഈ ഒരു സഭാ സമിതിയിലെ അംഗങ്ങളുടെ വിയോജിപ്പടക്കം ഉണ്ട് താരം. കൃത്യമായി പ്രതിപക്ഷ അംഗങ്ങളുടെ ഈ സഭാ സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങളെ കേൾക്കാതെയാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നെല്ലാം നിലയും വിയോജനക്കുറിപ്പടക്കം എല്ലാം നിലയും ഉണ്ട് താരം. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് സമ്മേളനം എത്രത്തോളം ശുഭകരമായി മുന്നോട്ട് പോകുമെന്നെല്ലാം നിലയും ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും ബജറ്റ് സമ്മേളനത്തെ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. പ്രത്യേകിച്ച് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജും വയനാട്ടിലെ പുനരധിവാസത്തിനായി 2,000 കോടി രൂപയെല്ലാം നിലയും പ്രത്യേകം ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. എയിംസ് എന്ന ചിരകാല ആവശ്യം മുന്നിൽ നിൽക്കുന്നു. അങ്ങനെ നിരവധി പ്രതീക്ഷകൾ റെയിൽവേ ശരി സിബി അത് പറഞ്ഞ പോലെ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പതിവ് പോലെ എന്ന് പറയാം. ആ പതിവ് പോലെ എന്ന് പറയുമ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. ശരി സിബി, താങ്ക് യു.